ഹലോ ഓൾ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് XNY ലേണിംഗ് 10th സ്റ്റാൻഡേർഡ് ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന 2 സ്റ്റുഡൻസ് ആണ്. മിഡിൽ ഈസ്റ്റിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ വെക്കേഷൻ സമയത്ത് നാട്ടിലെത്തിയപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനെല്ലാം കാണാൻ XNY ലേണിംഗിൻ്റെ ഓഫീസിൽ വന്നതാണ്. സോ നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് ലേബ. ഞാൻ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഖത്തറിലാണ്. എൻ്റെ പേര് ലാമ്യ. ഞങ്ങൾ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ ഖത്തറിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ XNY ലേണിംഗ് ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നത് 9th ജോയിൻ ചെയ്യുന്നത് അല്ലേ? എങ്ങനെയാണ് ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് എത്തിയത്? സോ ആദ്യം ഞങ്ങൾ 8th സ്കൂളിൽ പഠിക്കുന്നത് ഒരിത്തിരി സ്ലോ ആയെന്ന് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പാരൻസിനോട് പറഞ്ഞു ഇത്തിരിയും കൂടി ഫാസ്റ്റ് മൂവിങ്, കുറച്ച് ഫ്യൂച്ചറിലേക്ക് തിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും പ്രോഗ്രാം ഞങ്ങൾക്ക് വേണം. അപ്പം അവർ റിസർച്ച് ചെയ്തു, അവർ നോക്കി, പിന്നെ XNY കണ്ടെത്തിയതാണ്. അപ്പോൾ 9th ഇപ്പോൾ നമ്മുടെ 10th ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ പാരൻസ് ആണ് ആദ്യം ഇനീഷ്യേറ്റീവ് എടുത്ത് കണ്ടുപിടിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കേസിൽ നേരെ ഡിഫറെൻ്റ് ആണ്, നേരെ നിങ്ങളാണ് മുൻകൈ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്. സോ ഇപ്പോൾ നമ്മുടെ 10th ഇനി വരാൻ പോകുന്നത് 10th ബോർഡ് എക്സാം ആണ്. CBSEയുടെ ബോർഡ് എക്സാം ഉണ്ടായിരിക്കും. അപ്പം എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു 1.5 വർഷത്തോളമായി ഇപ്പോൾ XNYയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പറയാം. ശരിക്കും നല്ല എക്സ്പീരിയൻസ് തന്നെ. ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റിയും മെൻറ്റർഷിപ്പ്, എന്തായാലും മെൻറ്റർഷിപ്പ് സ്പെഷ്യലായിട്ട് പറയണം. മെൻറ്റേഴ്സിന് ശരിക്കും ജെന്യുവൻ ആയിട്ട് ഞങ്ങളോട് എഫെക്ഷനും ലവ് ഉണ്ട്. ഞങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ശരിക്കും അവർക്ക് ജെന്യുവൻ ആയിട്ടുള്ള കെയർ ഉണ്ട്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. കുറേ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശരിക്കും അടിപൊളിയാണ്. ക്ലാസ്സുകളൊക്കെ അടിപൊളിയാണ്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്യൂച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് 1.5 വർഷം ഉണ്ടായത്. ഇത് ക്ലാസ്സുകൾ മാത്രമല്ല, ലൈക്ക് എല്ലാ ടൈപ്സ് ഓഫ് വീഡിയോ ഉണ്ടാവും. ലൈക്ക് ഫ്യൂച്ചറിൽ എന്താ ചെയ്യേണ്ടത്, ഫ്യൂച്ചറിൽ എന്താ പഠിക്കേണ്ടത്, നമുക്ക് ഏത് പാത്തിലാണ് പോകേണ്ടത്, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു? സ്കൂളിലെ എക്സാമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള എക്സാംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ ഒളിമ്പ്യാഡ്സ് എത്തി ചെയ്തിരുന്നു. പിന്നെ സ്കൂളത്തെ എക്സാം ശരിക്കും ഈസിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിസിക്സൊക്കെ സ്കൂളിൽ ഭയങ്കര എത്തിയപ്പം കുട്ടികൾ പറയും ലെവൽ മാറി, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ചേഞ്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഈസി ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ മാത്സ് പേപ്പറിൽ ഇപ്പം ഈ ഞങ്ങൾ മിഡ് ടേമിന് ഒരു 5 മാർക്ക് ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഗ്രേഡിൽ ആകെ സോൾവ് ചെയ്ത് ഞാനും. രണ്ടുപേര് മാത്രമാണ്, XNY ലേണിംഗിന്റെ 2 സ്റ്റുഡൻസ് മാത്രമാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇനി മറ്റ് എക്സാംസ് എഴുതിയ ഒരു എക്സ്പീരിയൻസ്, മറ്റ് സ്കോളർഷിപ്പ് എക്സാംസ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയിട്ടുണ്ടായിരുന്നു? എനിക്ക് ഇപ്പം IGS അറിയോ, ഇന്റർനാഷണൽ ജൂനിയർ, അതിന് ഖത്തറിൽ നിന്ന് സെലക്ഷൻ പോകുന്നുണ്ട്. ഖത്തറിൽ നിന്ന് ടീം, അതിന് ഒരു 6 ഫേസസ് ഉണ്ട്. ഞാൻ 4th ഫേസിൽ പാസ്സായി. ന്യൂസ് ഇപ്പം ജൂലൈ അവർ തന്നു. അപ്പം ഇനി 5th 6th ഫേസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ മാത്രമല്ല അതിനേക്കാൾ മുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പോകാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ കോഴ്സിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു ആസ്പെക്ട് ആണ് മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ്. അത് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ 10th യൂസ് ചെയ്യുന്നുണ്ട്. വർക്ക് ബുക്സ് നല്ല ഹെൽപ്ഫുള്ളാണ്. ഞാൻ എക്സാമിന് മുമ്പ്, സ്കൂൾ എക്സാംസിന് മുമ്പ് വർക്ക് ബുക്സ് ആണ് ഞാൻ ചെയ്യാറുള്ളത്. അത് മാത്രം ചെയ്താൽ മതി. ബിക്കോസ് ചില സമയം JEEന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, നല്ല ടഫ്. ലെവൽ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. നല്ല രസമാണ്, ചെയ്ത് പഠിച്ചെടുക്കുക ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, അതുപോലെ ഇനി നമ്മുടെ കോഴ്സിൽ തന്നെ നടത്തുന്ന എക്സാമിനേഷൻസ്, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഡിസ്കഷൻസ്, അതൊക്കെ എങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, അതൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൊണ്ടുവരും. ലൈക്ക് മറ്റൊരു കുറേ വീഡിയോസും ഭയങ്കര മാർക്സൊക്കെ വായിച്ചിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾക്കും അത് കൂടുതൽ പഠിക്കാൻ തോന്നും. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം കുറേ പെൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ റാങ്ക് ലിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി. അപ്പോൾ ഞാൻ വീഡിയോസ് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, മെൻറ്റർഷിപ്പിനെ കുറിച്ച് എന്താണ് സ്പെസിഫിക് ആയിട്ട്? മെൻറ്റർഷിപ്പ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? മെൻറ്റർഷിപ്പ് ശരിക്കും ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ നല്ല ടിപ്സ് തരും. ഇങ്ങനെ വീഡിയോസ് എങ്ങനെ തീർക്കാനുള്ള ടിപ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എൻ്റെ ഇപ്പോൾ അമ്പിളി മാം, ഇപ്പോഴത്തെ മെൻറ്റർ, എനിക്കൊരു ഇത് തന്നിട്ടുണ്ട്, ഒരു ടൈം ടേബിൾ പോലെ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം ഒളിമ്പ്യാഡിനും പഠിക്കണം, XNY സ്കൂളത്തെ എക്സാം, അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ട്, അതൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മെൻറ്റർഷിപ്പ്. ഓക്കെ, എന്താണ് മെൻറ്റർഷിപ്പ് എക്സ്പീരിയൻസ്? അതും എനിക്ക് കുറേ പെൻഡിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ റോസ് മാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ മാമിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യാണ്ടിരിക്കാൻ ഞാനിങ്ങനെ പഠിക്കുകയും മാം പറയും ഞാൻ റാങ്ക് ലിസ്റ്റ് കാണണേ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞാൻ കുറേ പഠിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ട്രാക്കിൽ നിങ്ങളെ കൊണ്ടുപോകാൻ മെൻറ്റേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 10th കഴിഞ്ഞ് ഇനി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകാൻ പോവുകയാണ് അല്ല? 10th ഇനി എങ്ങനെ നമ്മൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എനിക്ക് ഫോറൻസിക്സിൽ പോകണം എന്ന് ഉണ്ട്. എൻ്റെ താല്പര്യം അതാണ്. കുറേ ബുക്സ് ഒക്കെ വായിച്ചിട്ട്, ഇൻവെസ്റ്റിഗേഷൻ ബുക്സ് ഒക്കെ
അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം 10th കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് 10th കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വരാനാണ് ഇന്റഗ്രേറ്റഡ് പ്ലാൻ ചെയ്യുന്നത്. ഞാനും 10th കഴിഞ്ഞിട്ട് നാട്ടിൽ വരാൻ പ്ലാന്. എനിക്ക് റിസർച്ചിലോട്ടാണ് എത്തി താല്പര്യമുള്ള, സയൻസ് റിസർച്ച്. ഓക്കെ, അപ്പോൾ 11th സയൻസ് എടുത്തുകൊണ്ട് തന്നെ പഠിച്ച് മാത്സും എടുത്ത് മുന്നേറാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്തായാലും രണ്ടാളും സാറ്റിസ്ഫൈഡ് ആണ് XNY ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ അല്ലേ? വെരി ഹാപ്പി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ആക്ച്വലി ഈ വർഷം 6th മുതൽ 10th വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷൻ കോഴ്സ് സയൻസിലും മാത്സിലും. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി അടുത്ത അക്കാഡമിക് ഇയറിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന കുട്ടികളോട് ഓർ പാരൻസിനോട് എന്താണ് പറയാനുള്ളത്? XNY ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. സ്കൂളിലും പിന്നെ നമുക്ക് ഫ്യൂച്ചറിനും ഒരു ഗ്യാരണ്ടി, നമുക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും XNYയിൽ. സോ കുട്ടികളെ ശരിക്കും ഹെൽപ്പ്, ഞങ്ങൾ തന്നെ കസിൻസിനൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സൊക്കെ ഒരുപാട് ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്, കുറേ ആൾ ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങൾ ഒരു ഇയർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് ഫുൾ സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ബാക്കിയുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ആളുകൾ നിങ്ങൾ രണ്ടുപേരും വഴി തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് കുട്ടികളോട് അല്ലെങ്കിൽ പാരൻസിനോട് എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജ്, പ്രത്യേകിച്ച് സബ്ജക്ട് വൈസോ? അത് ഞാൻ XNY ജസ്റ്റ് സ്കൂളിനെ കുറിച്ച് മാത്രമല്ല, നമ്മൾ എല്ലാത്തിനും കുറിച്ചുണ്ട്. നമ്മളെ ഫ്യൂച്ചർ, നമ്മൾക്ക് എന്താ താല്പര്യമുള്ളത്, എന്താ ആവേണ്ടത്, അതുപോലെ ഹൈസ്കൂളിലുള്ള സ്കോളർഷിപ്പ് എക്സാമിനേഷൻസ്, സ്കോളർഷിപ്പ് എക്സാംസ്, അങ്ങനെ സ്കൂളിലോട്ട് മാത്രമുള്ള ഒരു ട്യൂഷൻ സെൻ്റർ ആയിട്ട് കണക്കാക്കരുത്. അതൊരു എല്ലാം ഉള്ള ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഫൗണ്ടേഷൻ ആയിട്ട് തന്നെ കണക്കാക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനെ കാണാൻ ഇവിടെ വന്നു സംസാരിച്ചു, വളരെയധികം സന്തോഷം. ഇനിയും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അറിയുന്ന സ്റ്റുഡൻസിനും ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും മറ്റൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് പേരോടും ഗുഡ് ബൈ പറയാൻ ടൈമായി. രണ്ടാളുകളും 10th കംപ്ലീറ്റ് ചെയ്യാണ്. സോ XNY ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പ്രത്യേകതകളെല്ലാം അവർ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത് പറഞ്ഞു തന്നതാണ്. അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.